ഹായ് ഹലോ ബി ആർ കുക്കിംഗ് ആൻഡ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു ഡെസേർട്ട് ഉണ്ടാക്കിയാലോ. ഈസിയാണ് കേട്ടോ. ഇതിനായിട്ട് നമുക്ക് മിക്സി വേണ്ട, ബീറ്റർ വേണ്ട, ഓവൻ വേണ്ട, ബേക്ക് ചെയ്യണ്ട, അതുപോലെ തന്നെ വറക്കുകയും വേണ്ട, പൊരിക്കുകയും വേണ്ട. അതുപോലെ തന്നെ ഇത് സെറ്റ് ചെയ്യാനായിട്ട് ജലാറ്റിനും വേണ്ട, അഗറഗറും വേണ്ട, കോൺഫ്ലവറും ഒന്നും വേണ്ട കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ബിസ്ക്കറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ കുറച്ച് ബിസ്ക്കറ്റും കുറച്ച് ചീസും ഉണ്ടായാൽ മാത്രം മതി. നമുക്ക് ഇഷ്ടമുള്ള ഏത് ബിസ്ക്കറ്റ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അതിപ്പോൾ മധുരമുള്ളതോ മധുരമില്ലാത്തതോ ക്രീമുള്ളതോ ക്രീമില്ലാത്തതോ ഏതായാലും ഒരു കുഴപ്പമില്ല കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ബിസ്കോഫിൻ്റെ ചോക്ലേറ്റ് ക്രീം ബിസ്ക്കറ്റാണ് കേട്ടോ. അതൊരു 8-10 എടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. ഇത് പൊടിച്ചെടുക്കാൻ നമുക്ക് മിക്സിയുടെ ആവശ്യമില്ല കേട്ടോ. നമ്മളൊരു കവറിലിട്ടിട്ട് ഒന്നല്ലെങ്കിൽ ചപ്പാത്തി പരത്തണ കോലും കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചതയ്ക്കണ കല്ലുണ്ടല്ലോ, ആ കല്ലും കൊണ്ടും പൊടിച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിലിട്ട് പൊടിച്ചെടുക്കാം. അതും അല്ലാന്നുണ്ടെങ്കിൽ മിക്സി മതി എന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടും പൊടിച്ചെടുക്കുക. ക്രീം മാറ്റിയിട്ട് പൊടിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ക്രീം മാറ്റാതെ തന്നെയാണ് പൊടിച്ചെടുത്തത്. അതിനുശേഷം നമ്മൾ അതിലേക്ക് 1 ടീസ്പൂണ് മെൽറ്റ് ചെയ്ത ബട്ടർ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സാക്കി എടുക്കുക. നമ്മൾ ബിസ്ക്കറ്റ് പൊടിക്കുമ്പോൾ അത് കുറച്ച് തരിതരിപ്പായിട്ടാണ് പൊടിച്ചെടുക്കേണ്ടത് കേട്ടോ. അങ്ങനെ നമ്മൾ അത് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് സെറ്റ് ചെയ്യാനുള്ള പാത്രം എടുക്കുക. അതിലേക്ക് നമ്മൾ എന്നിട്ട് ഈ ബിസ്ക്കറ്റിൻ്റെ കൂട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് നിരത്തിയിട്ട് കൊടുക്കുക. നമുക്കിപ്പോൾ ഏത് പാത്രത്തിൽ വേണമെങ്കിലും സെറ്റാക്കി എടുക്കാം കേട്ടോ. കുറച്ച് പറന്നിട്ടുള്ള ഏതെങ്കിലും ബൗൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സെറ്റാക്കാൻ എളുപ്പമാണ്. ഞാനിപ്പോൾ ഇങ്ങനത്തെ ചെറിയ ബൗളുകൾ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ ചെറിയ ഗ്ലാസ് ബൗളുകളാകുമ്പോൾ പിന്നെ നമുക്ക് എടുത്ത് കഴിക്കാൻ എളുപ്പമാണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ ബൗളിലേക്കും ബിസ്ക്കറ്റിൻ്റെ കൂട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഗ്ലാസ് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത ആ ബിസ്ക്കറ്റിൻ്റെ കൂട്ട് എല്ലാ ഭാഗത്തേക്കും നിരന്നിട്ട് ഒരേ ലെവലായി കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ 2 ബൗളുകളും സെറ്റാക്കി എടുത്തതിന് ശേഷം അതൊന്ന് തണുക്കാനായിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. ഒരു 2-3 മിനിറ്റൊക്കെ വെച്ച് കൊടുത്താൽ മതി. അത് സെറ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത ലെയറിനുള്ളത് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു 1/4 കപ്പ് ക്രീം ചീസാണ് എടുത്തിരിക്കുന്നത്. ഇനി ചീസിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കാം. പിന്നെ ഇതൊക്കെ സെറ്റ് ചെയ്യാൻ എടുക്കുന്ന പാത്രത്തിൻ്റെ അളവനുസരിച്ച് നമുക്ക് ഇതിൻ്റെയൊക്കെ അളവ് കൂടുതലെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അത് ബീറ്റർ വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ ഇത് വേണമെങ്കിലും വെച്ച് നമുക്ക് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ സ്പൂൺ വെച്ചിട്ടാണ് അത് നന്നായിട്ടൊന്ന് ലൂസാക്കി എടുത്തത്. ഇനി നമുക്ക് അതിലേക്ക് ബിസ്കോഫിൻ്റെ തന്നെ ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്ക് ഇഷ്ടമുള്ള ഏത് ക്രീം വേണമെങ്കിലും എടുക്കാം കേട്ടോ. ആ ക്രീം നമ്മൾ ആദ്യം അടിച്ചു വെച്ച ചീസിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക. ഇതും അതുപോലെ തന്നെ നമുക്ക് ബീറ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ഒക്കെ നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് അത് ലൂസായി കിട്ടും കേട്ടോ. ഞാനിപ്പോൾ സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുത്തത് നല്ല ഫ്ലഫി ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്തു. ഇനി അതിലേക്ക് നമ്മൾ 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ വീണ്ടും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക. ഇനി മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര പൊടിച്ച് ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീമിൻ്റെ അളവും കൂട്ടിയെടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ മിക്സാക്കി എടുത്താലും മതി കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ക്രീം കൂട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം സെറ്റാവാൻ വെച്ച ബൗളുകൾ എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച ക്രീമിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. അത് നമുക്ക് പാത്രത്തിൻ്റെ പകുതി ഭാഗമോ അല്ലെങ്കിൽ 1/4 ഭാഗമോ അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടമനുസരിച്ച് അളവുകൾ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 1/4 ഭാഗമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ 2 ബൗളുകളിലും. ഇനി ഇത് സെറ്റാവാനായിട്ട് നമുക്ക് ഒന്നും കൂടി ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റൊക്കെ വെച്ചാൽ മതി കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് നല്ല സെറ്റായിട്ട് കിട്ടും കേട്ടോ. അത് നമുക്ക് ഇങ്ങനെ തിരിച്ചാലോ അല്ലെങ്കിൽ കമഴ്ത്തിയാലോ ഒന്നും അത് താഴേക്ക് പോവില്ല കേട്ടോ, ഒലിച്ചൊന്നും പോവില്ല. അപ്പോൾ നമുക്ക് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ളത് എങ്ങനെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ഐസ്ക്രീമാണ് വെച്ച് കൊടുക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും വിപ്പിംഗ് ക്രീം അടിച്ചിട്ട് അതായാലും വെച്ച് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരെയും ഇഷ്ടമനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും വെച്ച് കൊടുക്കാം. നമ്മളപ്പോൾ കുറച്ച് വാനില ഐസ്ക്രീമാണ് വെച്ച് കൊടുക്കുന്നത്. അതിപ്പോൾ വാനില ഐസ്ക്രീം എന്ന് വേണമെന്നില്ല, നമുക്ക് ഏത് ഐസ്ക്രീം ഇഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക നമ്മൾ. അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടമനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഈ ബിസ്കോഫിൻ്റെ തന്നെ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ച് മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ സെയിം ബിസ്ക്കറ്റ് തന്നെ വെച്ച് കൊടുത്തു സൈഡിലും. പിന്നെ അതിൻ്റെ തന്നെ ക്രീം ഉണ്ടല്ലോ, ആ ചോക്ലേറ്റ് ക്രീം അതൊന്ന് ലൂസാക്കിയിട്ട് അതും ഒന്ന് മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി നല്ലൊരു ഡെസേർട്ട് റെഡി ആയിട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ഒരു തവണയെങ്കിലും ഉണ്ടാക്കി കഴിച്ചു നോക്കൂ കേട്ടോ. ഇതും ഈസിയായ റെസിപ്പി അല്ലേ. അപ്പോൾ എല്ലാ തവണയും പറയണ പോലെ തന്നെ എല്ലാവരും വീഡിയോ ഉണ്ടെന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് ഓപ്പൺ ആക്കിയിടണേ. അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലെ നല്ല നല്ല പുതിയ ഓരോ വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക്